സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്നു. നീ ഇന്ന് വരെ ഒരു ഉറക്ക കൈയടിക്കോ ഒരു തോത്രം ചുമ്മാ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അത് ചുമ്മാ ഇന്ന് കീർവാണം ഓടിക്കാൻ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഈ 90 കിലോ ഉണ്ട്, ഇന്ന് വരെ ഒരു 1/2 കിലോയുടെ സ്വോത്രം പറഞ്ഞു. കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, ഉപവസിക്കുകയല്ല. അത് പറയാം സ്റ്റാർട്ടിങ് മുതൽ. ആയിക്കോട്ടെ ഞങ്ങളുടെ വീട്ടിലാ തുടങ്ങിയെന്ന്. അതിനെന്നെ ഇവിടെ ഷീലോവോട് ചെയ്തത് അറിയണം നോക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ഷീലോവിനോട്, മീനല്ല ഷീലാവ്. ഞാൻ ഷീലോവോട് ചെയ്തത് ഒന്ന് അറിയുന്നത് നല്ലതാ. ഷീലോവ് എന്നാ യഹോവയുടെ പെട്ടകം വരുന്ന സ്ഥലവാ. ഞങ്ങളുടെ വീട്ടിലാ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമായില്ല. ഷീലോ എന്ന് പറയുന്നത് എബ്രഹീമിന്റെ അവകാശ ഭൂമിയാ. യോശുവയുടെ പുസ്തകത്തിലുണ്ടല്ലോ, ഷീലോവിൽ കൊണ്ട് 18:1 തോന്നുന്നു. ഒന്ന് വായിച്ചേ. ഞാനിതൊന്നും പറയാൻ വന്നതല്ല, റൂട്ട് മാറുന്നു. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി. പിന്നെ അവിടെ സമാഗമന കൂടാരം നിർത്തി. പിന്നെ ദേശം അവർക്ക് കീഴടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർ ശ്രദ്ധിക്കുക, ഞാൻ ശീലോവോട് ചെയ്തെന്നാ. ശീലോവിൽ കൊണ്ട് സമാഗമന കൂടാരം അവിടെ കൊണ്ട് ഷീലോവ് യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എബ്രഹീമിന് അവകാശം കൊടുത്ത സ്ഥലവാ. അവിടെ കൊണ്ട് സമാഗമന കൂടാരം കൊണ്ട് നിവർത്തി. അതിൽ പ്രധാനപ്പെട്ട ഉപകരണമാണ് പെട്ടകം. അതിനകത്ത് 3 വിശേഷപ്പെട്ട കാര്യം: മന്നായിട്ട് വെച്ച പൊൻപാത്രം, അകരോന്റെ തളിർത്ത വടി, നിയമത്തിന്റെ കൽപ്പലക. ഇത് ഷീലോവിൽ എബ്രഹീമിന്റെ അവകാശത്തിൽ കൊണ്ടു. ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, തമ്പുരാനെ അടിച്ചു തൂത്ത് ദൂരോട്ട് കളഞ്ഞു. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചേ. 11 മുതൽ വായിച്ചോ. യിരെമ്യാ 7:11 മുതൽ. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്തത്, എന്നാൽ ആദിയിൽ എന്റെ നാമം വിളിച്ചിരുന്ന ശീലോവിൽ എന്റെ വാസസ്ഥലത്ത്, അവിടെ ദൈവം വസിച്ചത് ഷീലോവിൽ, എന്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. നോക്കാൻ പറഞ്ഞു. ഞാൻ ഉണ്ണുണ്ട് സാറിന്റെ കാലത്തിറങ്ങിയതാ, TJ ഷോമലിന്റെ കാലത്തിറങ്ങിയതാ, ഞാൻ ഞങ്ങളുടെ അപ്പച്ചന്റെ കാലത്തിറങ്ങിയ എന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. ചെന്നൊന്ന് നോക്കിപ്പോ എങ്ങനെയാന്ന് ഒന്ന് നോക്കുന്ന നല്ലതാ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഡോക്ടർ റോൺ ഏലി. പണ്ട് ഒരാൾ പറഞ്ഞു, പെണ്ണുങ്ങളെ വരെ പുരോഗതന്മാരാക്കുന്നത്. പേര് കേട്ടപ്പോൾ ഓർത്താ 2 തള്ളമാരാണ്. ഏലി. അല്ലിപ്പോൾ അത് കേട്ടോണ്ട് പെണ്ണുങ്ങൾ വല്ല ഇപ്പം മാസ്റ്റർമാരാകുന്നുണ്ടല്ലോ. യോന്റെ പന്നച്ചോ ആട്ടെ, ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ശീലോവോട് ചെയ്തതൊന്ന് നോക്കണം. അടുത്ത വാക്യമായിര്. ആകയാൽ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതെ, നിങ്ങളെ ക്രമത്തോടെ ജീവിക്കുന്നില്ല, വ്യവസ്ഥയിൽ നിൽക്കുന്നില്ല, പ്രമാണം അനുസരിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലെല്ലാം അതിക്രമം ഇരിക്കുക. നിങ്ങൾക്ക് മനുഷ്യനോട് ദയയില്ലല്ലോ. ഉണ്ടോ? ഒരു പിച്ചക്കാരൻ വന്നാൽ 10 രൂപ കൊടുക്കുകയല്ലോ, അന്നേരം പട്ടിയെ തുറന്നു വിട്ടിരിക്കുക. മതിലാൽ എഴുതും, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു. ഗേറ്റിന്റെ അവിടോട്ട് ചെന്നപ്പോൾ എഴുതി വെക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കാൻ. എന്തിനാടാ 2 കൂടെ എഴുതി വെക്കുന്നേ? ഒന്നേ പട്ടിയുണ്ടെന്ന് എഴുതണം, ഇല്ലെങ്കിൽ അകത്തോട്ട് വരാൻ പറയണം. വെടിവെക്കുക, തല്ലിക്കൊല്ലുക. ബസാലിരിക്കുക. അപ്പൊ പിച്ചക്കാരൻ ചോദിച്ചു താഴെ നിന്ന് ഉടനെ 50 രൂപ എടുത്ത് നോട്ടെടുത്തു. ഉടനെ പുള്ളി പറഞ്ഞു, അയ്യോ താരാനൊക്കത്തില്ല. അതിനാ എഴുതി വെച്ചിരിക്കുന്ന കൈയും തലയും. ഉടനെ അത് പോക്കറ്റ് തന്നെ ഇട്ടു. ന്യായമല്ലേ? നിയമം കാക്കണ്ടേ? കയ്യും തലയും. കൈ വെളിയിലിടാൻ അങ്ങനെ താഴെ നിൽക്കുന്നതിന് 50 രൂപ കൊടുക്കുന്നേ. ഇതാ സൂത്രബുദ്ധി. രാവിലെ നിന്റെ വീട്ടിൽ ഒരു വ്യക്തി വന്നാൽ കട്ടൻ കാപ്പി ആന്നെ കൊടുക്കണം, ചായ ആന്നെ ഉണ്ടെങ്കിൽ കൊടുക്കണം.
ഒന്നുമില്ലേര് ചൂടുവെള്ളമെങ്കിലും കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ ചായ വെച്ചേച്ച് ചൂടുവെള്ളം കൊടുക്കരുത്. ആ ചായ കുടിച്ചാൽ നീ അവസാനം ബാത്റൂമിൽ നിന്ന് പോരുകയല്ല. അത് കാര്യം പറഞ്ഞു കൊടുക്കണ്ടായോ? ഇതൊക്കെ ചെയ്യണം. ഉച്ചസമയത്ത് ഭിക്ഷക്കാരനാകുന്നതിന് വീട്ടിൽ വന്നാൽ അവൻ വിശന്നാ വരുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കണം. ഒരുപക്ഷെ നിനക്ക് നിന്റെ വീതമായിരിക്കും എടുത്ത് കൊടുക്കണം. ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. അങ്ങനെ കൊടുക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ ആസ്വദിക്കുന്നു. കൊടുക്കാതെ തന്നെ അവർ പോയി കഴിഞ്ഞ് അമുക്കുന്നവരുമുണ്ട്. നിനക്ക് ഗതിയും വരികയല്ല. 2.5 മണിക്കൂർ പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഇതില്ലേ പിടിച്ചാൽ പിന്നെ എന്നാ ഉണ്ട്? എന്നാ ആട്ടെ. എടാ, ഒരുത്തനെ വീട്ടിൽ വന്നാൽ ആദ്യം വെള്ളം കൊടുക്കുക. അവന് ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ല, അവനോട് അദ്വൈതം പറഞ്ഞുകൊണ്ടിരിക്കരുത്. സ്വർഗത്തിൽ പോവോ? സ്വർഗത്തിൽ പോകുന്ന പിന്നത്തെ കാര്യം അവന് ഭക്ഷണം കൊടുക്കുക. വന്നാണ് സ്വർഗത്തിൽ പോവോ? നീ പോകുമോ? എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ വിടാനിരിക്കുക. സ്വർഗത്തിലൊക്കെ പോകും. അതിന്റെ പ്രമാണത്തിൽ ഇരിക്കുന്ന സകല എണ്ണത്തിനെയും കൊണ്ടുപോകും. അത് ദൈവത്തിന്റെ വചനത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ചില കടമകളും കർത്തവ്യങ്ങളില്ലേ? ഇല്ലേ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കൽ, എന്നും പ്രാർത്ഥനയ്ക്ക് പോക്കാം. അളെ അവിടെ കിടന്ന് ഞരങ്ങുക. പണ്ട് ഒരു സഹോദരി ഉണ്ടായിരുന്നു, അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയില്ല. ഭർത്താവ് ജോലി വെളുപ്പിനേ പോകും, രാത്രിയില്ല വരുന്നത്. അതുകൊണ്ട് അമ്മയെ നോക്കാനും എടുക്കാനും ഭാര്യ ഉണ്ടല്ലോ. അപ്പം ഒരിക്കലും ഇവൻ ചോദിച്ചു, എടീ അമ്മ എന്നെ ചോദിച്ചാലും വേണ്ടെന്നാ കേൾക്കണോ? അവൻ തന്നെ എനിക്ക് അകത്തെ മുറിയിൽ അമ്മ ഇവളി എന്ന് ചോദിക്കുന്നന്നാ, അമ്മച്ചി കപ്പലേ കയറണോ? ഒന്നെ താള വേണ്ടായേ. ഒന്നെ കണ്ടോ, എന്നാ ചോദിച്ചാലും. പിന്നെ ചെന്ന അമ്മേ വിമാനത്തെ കയറണോ? വേണ്ടായേ. ഉണ്ടോ? ഇതാ നിങ്ങളുടെ അമ്മ എന്നാ ചോദിച്ചാലും ചെന്ന് ചോദിക്കുന്ന എന്നാ. ചില ദിവസമായി ഇവന് ഡൗട്ട്. ഇവൻ ചെന്ന് ചോദിച്ചു, അവധിയുള്ള ദിവസം ചെന്ന്, അമ്മയ്ക്ക് എന്തോ വേണം? എൻ്റെ മോനെ ഇച്ചിരി ചൂടുകഞ്ഞി കിട്ടിയ. അയ്യോ, അങ്ങനെയുള്ള വാർതാനൊക്കെ ചിലപ്പോ ഇതിനകത്തും കാണും. ഇപ്പൊ തലേ തുണിയിട്ട് ഇങ്ങനെ പമ്മി ഇരിക്കുന്നോണ്ട് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നിന്നോടായി പറയുന്നേ. അറിയാതെ ഞാൻ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞേന്. ഞാനും നിങ്ങളും ചെയ്യേണ്ട കടമകൾ ചെയ്യണം. ഇത് ചെയ്യേണ്ടത് ചെയ്യാതെ മലയ്ക്ക് പോയത് കൊണ്ടോ മക്കയെ പോയത് കൊണ്ടോ യെരുശലേമിൽ പോയത് കൊണ്ടൊന്നും ഗുണം വരികയില്ലെന്നായി പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യേണ്ടത് ചെയ്തേച്ച് വേണം പോകാൻ. എന്റെ വല്യമ്മച്ചി പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവിടെ അത്ര എഫക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ പിടികിട്ടി, വേടാ സന്തതി ഇരിക്ക ധർമ്മ കൂട്ടിയ ഊട്ടുപെരയ്ക്ക് തീ പിടിക്കും. സന്തതി ഇരിക്ക ധർമ്മ കൂട്ടിയാൽ ഊട്ടുപെരയ്ക്ക് തീ പിടിക്കുമെന്ന്. അർഹതപ്പെട്ടവൻ നറന്നിരിക്കുക, അവന് കൊടുക്കാതെ അപ്പറേ പർണശാല കെട്ടി ധർമ്മം കൂട്ടുക, അപ്പേരയ്ക്ക് തീ പിടിക്കും. ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ആട്ടെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒത്തിരി പറയാനോ. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാ ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അതുകൊണ്ട് ഈ ശീലോമോട് ചെയ്തതെന്ന് ഓർക്കണം. ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി. ഇതിനകത്ത് ഇപ്പം ബിസിനസ് അല്ലേ? കള്ളന്മാരുടെ ഗുഹ. ഈ വാക്യം എടുത്ത യേശു ദൈവാലയത്തിലോട്ട് ചെന്നത് ഇല്ലേ? ആ 11 വായിച്ച ദൈവദാസനെ 7:11 യിരെമ്യാവ് എല്ലാം മറവിയാന്ന്. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഇത് കർത്താവ് മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചേ. കർത്താവ് ഇത് കോട്ട് ചെയ്ത അവിടെ ദേവാലയം ഒന്ന് ശുദ്ധീകരിച്ചത് വായിച്ചേ. 21:12 മത്തായി. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം ദേവാലയത്തിനകത്ത് ഇപ്പൊ മുഴുവൻ ബിസിനസ്സാ. കുലുക്ക് കുത്ത്, മലത്തിയടി, കോതുകാല്, ടോർപ്പിടോ, പാര, ബലൂണ്, പിന്നെ കിലികിലിക്കി, കുലുക്കി സർബത്ത്, അതിപ്പോ ഉണ്ടല്ലോ. പള്ളിക്കകത്ത് എല്ലാത്തിനും ഗ്യാസാ. ദൈവത്തിന് മഹത്വം. ദൈവാലയത്തിനകത്ത് ബിസിനസ് പാടില്ലെന്നായി പറഞ്ഞത്. ഇതിനകത്ത് ലേലം വിളി പാടില്ല. പാവം പിടിച്ചൊരു വിശ്വാസി ഒരു ചേന കൊണ്ട് തരിക ദൈവദാസന് ദൈവനാമത്തിൽ. ഉടനെ സെക്രട്ടറിനിട്ട് ഷാറും കണ്ണ് കാണിച്ച് ചേന ഒരു തരം, നീയൊക്കെ ഒരു തരമാ.
പാവം പിടിച്ച് അമ്മ 2 കോഴിയെ വളർത്തി അതിൽ കടിഞ്ഞൂ കോഴി മുട്ട കിട്ടപ്പോൾ കടിഞ്ഞൂ കോഴിയുടെ മുട്ട ചെറുതാ, തള്ളയത് പൊതിഞ്ഞ് ദൈവാലയത്തിൽ കൊണ്ടുവന്നിരിക്കുക, അത് ദൈവനാമത്തിൽ ചെലവാക്കിയ സെക്രട്ടറിയും ട്രഷറും കൂടെ മുട്ട നീട്ട മുട്ടയാന്നോടാ, മുട്ട ഒരു തരം. അത് പറയാ സഭയ്ക്ക് ഫണ്ട് ഇങ്ങനൊന്നും അല്ല ഫണ്ടുണ്ടാക്കുന്നേ. നീ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വഴി തുറക്കും. അല്ല പാവം പിടിച്ച തള്ള ഇട്ട ആ കോഴി ഇട്ട മുട്ട നല്ല പാവം പിടിച്ച തള്ള കൊണ്ടുവന്ന് അതെടുത്ത് നീ അങ്ങ് വിലസുക. ആ മുട്ട ഒരു തരം, പിന്നെ ചീമുട്ട എടുത്ത് എറിയണം. എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ. കാകാജിനെ ഞാൻ മക വെച്ച് തരികയല്ല, കാര്യമായിട്ട് പറയും. ദൈവത്തിന് മഹത്വം. ഇതിപ്പോ കള്ളന്മാരുടെ ഗുഹയാക്കി ബിസിനസ്സാണ്, മുഴുവൻ ബിസിനസ്സാണ്. ഇപ്പൊ നമ്മൾ യോഗം നടത്തിയാലും എല്ലാം ബിസിനസ് മൈൻഡിലല്ലേ. പാട്ടുകാരെ വിളിക്കുമ്പോഴും ബിസിനസ്സാ. നിങ്ങൾക്ക് 3 ദിവസത്തെ എത്രയാ? ഉടനെ പറയും ഇത്ര. ഉടനെ കമ്മിറ്റിക്കാരൻ പറയാം അത് നിൽക്കുക, നമുക്ക് മറ്റേതൊന്ന് ചോദിക്കാം. അയച്ചോടെ ഉടനെ താത്ത് പിടിക്കുന്ന ആരേലും ഉടനെ താത്ത് പിടിച്ചു. ഉടനെ അവൻ പറഞ്ഞു ആ അതിന് ചെയ്യാം. അപ്പൊ തന്നെ അവൻ 2 ബോക്സ് കൊണ്ടുവരികയല്ല. അല്ലേലിയാന്ന് പറയുമ്പോൾ അളിയാന്ന് വെളിയിൽ കേൾക്കും. ഇങ്ങനല്ലേ പരിപാടി നടക്കുന്നേ. മുഴുവൻ ബിസിനസ്സാണ്. ഭക്ഷണത്തിൻ്റെത് ഭക്ഷണം ദൈവമക്കൾക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. അത്ര ഒന്നും കൊടുക്കണ്ട. സാമ്പാറിനകത്ത് കഷണം അധികം വേണ്ട, ചാറ് വേണമെന്നേ ഉള്ളൂ. ഒഴിക്കുമ്പോൾ നേരെ എല്ലാം നെയ്യാർ ഒഴുകി പോലെ പോവുക. മീന് ഏതാ കുറവുള്ളത്, വില കുറവുള്ളത്? തോമസ് പിടിച്ചാൻ അറിയാം, പുള്ളി അറിയാം. ഒക്കെ എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട് ഇത് പറയാൻ. അതുകൊണ്ടാണ് ഇത് പറയാൻ. ഞാൻ ഞങ്ങളുടെ ഇവിടെ സഭായോഗത്തിന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, ദൈവകൃപയാല്. ദൈവം കൊടുക്കുന്നതാ. മീൻ മേടിക്കാൻ ഞാൻ മീൻകാരനറിയാം. ഞങ്ങളുടെ ഇവിടുത്തെ പായ്പാട്ട് ചന്തയിലെ മീൻകാർക്കറിയാം. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 400 ഗ്രാമിൽ കുറയരുത്. 40 ഗ്രാം 40 ഗ്രാം 50 ഗ്രാം ആയിരിക്കണം ഒരു പീസ്. 50 ഗ്രാം. 1 കിലോ മീൻ മേടിച്ചാൽ 20 പീസ് കാണും. കൊടുക്കുന്നെങ്കിൽ വൃത്തിയായിട്ട് കൊടുക്കണം. ഇത് അച്ചാറിന് ഉറുക്കുന്നത് പോലെ മീൻ നുറുക്കി വെച്ച് സ്പൂണിട്ട് മേളിൽ കൂടെ ഓടിക്കുക. തരട്ടെ, മീനെ തൊടുന്നില്ലല്ലോ. ചാറ് കോരി അവൻ്റെ മോന്തയിൽ ഒഴിച്ച് ദേഹത്തും വീണ്. എടാ കൊടുക്കുന്നെങ്കിൽ ചൊവ്വിനെ കൊടുക്കണം, നന്നായിട്ട് കൊടുക്കണം. വളച്ചിലെടുക്കരുത്, നന്നായി പറഞ്ഞത്. ഇതിനകത്ത് മുഴുവൻ ബിസിനസ്. അപ്പൊ നിങ്ങൾ പറയും പാസ്റ്ററിൽ ഇഷ്ടം പോലെ അത് ദൈവം അറിയുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം വഴിയൊരുക്കും. ഉപദേശ വിഷയമാണെങ്കിൽ ആ പദം ഞാൻ ഇങ്ങോട്ട് എടുക്കുക. രക്ഷയ്ക്കായിട്ട് കാക്ഷിക്കുന്നവനെ അതിനകത്താക്കും. അപ്പൊ നമുക്കൊരു ആകാംക്ഷയും താല്പര്യവും ഉണ്ടെങ്കിൽ അതിന് ദൈവം വഴിയും തുറക്കും. ദൈവം വഴി തുറന്ന്, ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു ദൈവം വഴിയൊരുക്കി തരും. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ദൈവത്തെ ശീലോവോട് ചെയ്തതൊക്കെ ഒന്ന് ഓർക്കണേ. കള്ളന്മാരുടെ ഗുഹയാക്കിയത് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അടിച്ച് ദൂരോട്ട് കളഞ്ഞു ദൈവം. 15-ാം വാക്യം വായിച്ച 7:15 യിരെമ്യാവ്. നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എന്റെ നാമം വിളിച്ചിരിക്കുക നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എബ്രയീം സന്തതിയെ ഒക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ. 14-ാമത്തവനെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്നതാ. ഇപ്പൊ പറയാ അവനെ ഞാൻ തള്ളിക്കളഞ്ഞെന്ന്. അവനെ തള്ളിക്കളയാൻ ഒത്തിരി കാര്യമുണ്ട്. പ്രധാനമായിട്ട് 3 കാര്യമാ. ഹോശിയ 4:17 വായിച്ചേ. ഇവനെ തള്ളിക്കളയാൻ പ്രധാനപ്പെട്ട 3 കാര്യം. ഒത്തിരി ഉണ്ട്, പ്രധാന 3 കാര്യം. ഹോശിയ 4:17. എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. അതാ തള്ളിക്കളയാൻ ഒരു കാര്യം. എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. വിട്ടുകള മദ്യപാനം കഴിയുമ്പോൾ 2 മദ്യപാനം, 3 അവർ പരസംഗം എന്ന 3 കാര്യം പ്രധാനം. വിഗ്രഹസേവ, മദ്യപാനം, പരസംഗം. സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അത് തുടങ്ങിയെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ നടുമുറിക്കകത്തായത് അമ്പരാൻ ദൂരോട്ടെടുത്ത് പോകുന്നു.
ഞാനാന്നേലും നിങ്ങളാന്നേലും ആരാന്നേലും പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ നിന്നെ മാറ്റിവെച്ച് വേറെ ആളെ ദൈവം കയറ്റും. അന്നേരം അതിലെല്ലാം നടന്നു പറഞ്ഞ് ഞാൻ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലാണ് തുടങ്ങിയത്, ഞാൻ കഷ്ടപ്പെട്ടത്. അതൊക്കെ നല്ല കാര്യം, ഒക്കെ നല്ല കാര്യം. വിശ്വസ്തരായിട്ട് നിൽക്കണം. എല്ലാ കാര്യത്തിലും വിശ്വസ്തയോടെ നിന്നു ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാകും. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി കാര്യം പറയും. എപ്പോഴാണ് പ്രസംഗം നിർത്തേണ്ടത്? ഇത് കറക്റ്റാണോ? അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് സങ്കീർത്തന പുസ്തകമാണ്. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. ഒരു കാര്യം പ്രാരംഭത്തിൽ പറയാ, ഈ വേദപുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഇതിലെ പ്രധാനപ്പെട്ട പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 എല്ലാവർക്കും മനപ്പാഠമാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അവൻ സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം. സകല മനുഷ്യനും ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിന് മഹത്വം, അതാ ദൈവത്തിന്റെ തിരികിതം. 3 വാക്യം വായിച്ചോ, അത് അറിവുള്ള വാക്യമാ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യവും സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യവും മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം. 3 വാക്യം വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞാൽ സകലരും രക്ഷിക്കപ്പെടണം. ഇനി സഭാപ്രസംഗി 12-ന്റെ ഒടുവിൽ ഒടുവിലത്തെ ചെറിയ കണ്ണിക 18 തോന്നുന്നു. എന്നെ താള് മറിഞ്ഞെന്ന് അടുത്ത കാലത്തൊന്നും അവിടെ വായിച്ചില്ലേ? എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എല്ലാത്തിന്റെ സാരം കേൾക്കുക, നീ ദൈവത്തെ ഭയപ്പെടുക, അവിടുത്തെ കൽപ്പനകളും പ്രമാണിക്കണം. ഇനി മീഖ 6-8 വായിച്ചേ ദൈവദാസനെ. മീഖ 6-8. ഇത് പുതിയ ബൈബിളാണോ? അതായി താന്ന് മറിച്ചിട്ടൊന്നും കിട്ടാത്ത അതാ 6-8. നല്ലത് എന്തെന്ന് മനുഷ്യ നല്ലത് എന്തെന്ന് മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നിനക്ക് കാണിച്ചു തന്നത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവിനെയാണ്. ആമേൻ. നിനക്ക് കാണിച്ചു തന്നിരിക്കുക. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപത്തിനെ ഉയർത്തി കാണിച്ചിരിക്കുക. നല്ലതെന്തെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ ഒന്ന്, നീ ന്യായം പ്രവർത്തിക്കണം. അന്യായത്തിന് കൂട്ടു നിൽക്കരുത്, അന്യായവും പ്രവർത്തിക്കരുത്. കള്ളത്തുലാസ യഹോവയ്ക്ക് വെറുപ്പാ. ത്രാസുവൊക്കെ കറക്റ്റ് ആയിരിക്കണേ. ബിസിനസ് കച്ചവടമൊക്കെ ചെയ്യുന്നവർ കൃത്യമായിരിക്കണം. വെട്ടുമേനിയൊന്നും കാണിക്കരുത്. ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അന്നേരം എടുക്കരുത്, ഇട്ടേച്ചാ നോക്കണം. എടുത്തിടുമ്പോ ഒരു ഉണ്ടല്ലോ, അന്നേരം എടുക്കരുത്. ഇപ്പൊ നമ്പർ കാണിക്കുക, അതിനകത്തൊക്കെ കൃത്രിമം ഉണ്ടെന്ന്. മേളിൽ രൂപത്തിന് ഇരിപ്പുണ്ട്. അന്യായമായിട്ട് ധനം സമ്പാദിച്ചാൽ അങ്ങനെയുള്ളവൻ താഴെയിരിക്കാത്ത മുട്ടമേൽ പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷി. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുപ്തരായോർ ഭൂതനങ്ങളെ. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുപ്തരായോർ ഭൂതനങ്ങളെ. ചേർത്തു കൂട്ടിക്കിട്ടാതനങ്ങളിൽ മേൽ ഒരുമിരുന്നായവ ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളാൽ പുറപ്പെടുന്നാർത്തനാഥനെ. എന്നവിടെ വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ചതീരുവാൻ. എന്നവിടെ വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ചതീരുവാൻ. അപ്പൊ താനിടാത്ത മുട്ടമേ പൊരുതിരിക്കുന്ന തിത്തിരി പക്ഷിയാ. അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത്, നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. മറ്റുള്ളവനെ ചതിക്കരുത്, വഞ്ചിക്കരുത്, അതിര് മാന്തരുത്. ചേട്ടനോ ചേട്ടത്തിക്കോ അനിയനോ അനിയത്തിക്കോ പെങ്ങൾക്കോ ആർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൃത്യം കൊടുക്കണം. കള്ളയാധാരം ഉണ്ടാക്കരുത്, കള്ളയൊപ്പിട്ട് മേടിക്കരുത്. അപ്പനും വല്യപ്പനും ചാകാറായപ്പം മമതയും സ്നേഹവും കൂടുതൽ കാണിച്ച് കുറുക്ക് കൊടുത്തപ്പം വിരൽ പിടിച്ചൊരു അമക്ക്, കുറുക്കും അമുക്കും.
അങ്ങനൊക്കെ നീ കള്ളയാധാരം ഉണ്ടാക്കി വെണ്ടറ കുഞ്ഞുമായിട്ട് പോയി ഒപ്പിച്ച് കരമടച്ച രസീതൊക്കെ ട്രങ്കിനകത്തുണ്ട്, പക്ഷെ ഗുണം വരികയല്ല. നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. ന്യായത്തിന് മനസ്സൊന്നും വെക്കരുത്. യഹോവയെ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് നിഷ്കളങ്കനായിട്ട് നടന്ന് നീതി പ്രവർത്തിക്കണം. അങ്ങനൊക്കെ വല്ലതും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രി അത് ക്രമീകരിച്ചേ നാളെ തിരുമേശ എടുക്കാവൂ. അല്ല ഇവിടെ വന്ന് എലി വശം തിന്നുമ്പോൾ അടിച്ച് നിന്റെ ഇടപാട് തീർക്കും ദൈവം. എന്നാ ചൂട് പിടിച്ചിരിക്കുക, ഇച്ചിരി ഏറെ തന്നേക്കാം കുടിക്കാൻ. അതിനുള്ള നല്ലത്. അതിന് താഴോട്ടിറങ്ങി നാരങ്ങാ വെള്ളം മേടിച്ച് കുടിച്ചോണം. ദൈവത്തിന് മഹത്വം. ഇതൊക്കെ അതിൻ്റെ പ്രമാണമാണ്. കൈയൊക്കെ നല്ല വെടിപ്പാ. എന്നാ അവനെ തെറ്റിയോ? ആ അല്ലെന്നാ മോൻ തുടങ്ങുന്നത്. ദൈവത്തിന് മഹത്വം. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. അന്യായമായിട്ടൊന്നും കാണരുത്. ഇതിന്റെ കൂടാരത്തിൽ കാണരുതെന്നാണ്. ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യ ന്യായം ന്യായം പ്രവർത്തിപ്പാനും ന്യായം പ്രവർത്തിക്കണം. അന്യായത്തിന് കൂട്ടു നിൽക്കരുത്. പിന്നെ ദയാതൽപരനായി ദയ ഉണ്ടായിരിക്കണം. ദയാതൽപരനായിരിക്കണം. സഹജീവികളോട്, മറ്റുള്ളവരോട്, എല്ലാവരോടും ഒരു ദയ, അനുകമ്പയൊക്കെ ഉണ്ടായിരിക്കണം. ദൈവത്തിന് ദയ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എൻ്റെ അവരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. വിലാപങ്ങൾ വായിക്കുന്ന നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം ആട്ടെ. ആ ദയാതൽപരനായിട്ടിരിക്കാൻ. പിന്നെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും താഴ്മയോടൊക്കെ നടക്കണം. മറ്റുള്ളവരെ ബഹുമാനിച്ചും സ്നേഹിച്ചും ആദരിച്ചും ഒക്കെ ഒരു വിനയവും താഴ്മയൊക്കെ വേണ്ടേ. പ്രായമുള്ളവർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുകയും, ഇപ്പം പ്രായമുള്ള ഒരാൾ വരുമ്പോൾ നമ്മളിരിക്കുക അതിലൊന്ന് എഴുന്നേറ്റ് കൊടുക്കുകയും, നടക്കാൻ മേലാത്തവർക്ക് ഇച്ചിരി കട്ടനെടുത്ത് അവരിയ്ക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുകയും അവരുടെ ഇഷ്ടമനുസരിച്ച്. ഇപ്പം ഭക്ഷണമൊക്കെ വിളമ്പുന്ന സമയത്ത് ഞാൻ സഭയിലുമൊക്കെ പറയും, പ്രായമുള്ളവരുണ്ട് പറയണം അവിടെ ഇരിക്കേ, ഇന്നതാ ഭക്ഷണം അപ്പച്ചൻ അമ്മച്ചിക്ക് എന്തോ വേണം ഞാൻ കൊണ്ടുതരാം. ഇതൊക്കെ ചെയ്യണം. അല്ല നമ്മൾ ഓടി അങ്ങോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് നേരെ പോയി, ഇതൊന്നും ശരിയായ നടപടിയല്ല. ആരോട് പറയാനാ? പണ്ട് ഒരാൾ പറഞ്ഞ പോലെ പോട്ടെ. പണ്ടൊരുത്തം പറഞ്ഞ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ചാലോ? അമരകോശം ബ്രഹ്മാണ്ടം കോടിടാണ്ടം പ്രകടിത ഘടകം തൽപ്പലാണ്ടം തൃണാണ്ടം പണ്ടം പണ്ടടം പണ്ടകടകടമ്പ്. അതെവിടാ വായിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ തിരിയുന്നില്ല. പിന്നെ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ പിന്നെ ആരെങ്കിലും ഗുണമാകുക ആകട്ടെ. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. മൂത്തവരോട് ബഹുമാനിച്ച് വേണം സംസാരിക്കാൻ. അപ്പനെ അമ്മയും നിന്ദിക്കരുത്. പ്രായമുള്ളവർ അവർക്ക് പ്രായത്തിൻ്റെതായ ചില ഒക്കെ കാണും. ഇല്ലെന്നൊന്നും പറയത്തില്ല. ഇപ്പം നിങ്ങൾ പറയാം തനിക്ക് പറഞ്ഞേച്ച് പോയാൽ മതി. എന്നാ സൈസാന്നറിയാമോ? ആട്ടെ, സൈസ് എന്തുവായാലും നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച തള്ളയല്ലേ? നീ ഒരു ദിവസമെങ്കിലും മുലപ്പാൽ കുടിച്ചതല്ലേ? അതിന് നന്ദി വേണ്ടേ? ഒക്കെ വേണം. സ്തോത്രം. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങളുടെ ഉപ്പാപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. പകല് ഒരു 11 മണിക്ക് മരിച്ചു. അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, എപ്പോഴാണ് അടക്കുന്നത്? ഞാൻ പറഞ്ഞു നാളെ അടക്കാം. വെളിയിൽ നിന്നൊന്നും ആരും വരാനില്ല, അതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ. എന്നാലും നാളെ അടക്കാം. ഇപ്പോൾ 11 മരിച്ചതല്ലേ ഉള്ളൂ, ഇപ്പോൾ അടക്കണ്ട. അപ്പോൾ ഉപ്പ പറഞ്ഞു എന്നാൽ നമുക്ക് മോർച്ചറി ഹോസ്പിറ്റലിൽ കൊണ്ടുവെക്കാം. ഞാൻ പറഞ്ഞു വെക്കുന്നില്ല, ഇവിടെ വെക്കും, വീട്ടിൽ വെക്കും. അയ്യോ ആരിരിക്കും രാത്രി? ഞാൻ പറഞ്ഞു ഞാനിരിക്കും. നിങ്ങളാരും ഇരിക്കണ്ട, ഞാനിരുന്നോളാം. കാരണം എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ 2ാമത്തെ പ്രസവത്തിൽ ഞങ്ങൾ 3 ആൺകുട്ടികൾ ഒരു മാംസക്കഷണവുമായിരുന്നു. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു 3-4 മാസമായി കഴിഞ്ഞ് അമ്മ കട്ടിലേക്ക് കിടന്നിട്ടില്ല. ഇരിക്കാൻ വയറ് ഉള്ളത് കൊണ്ട് അമ്മമാർക്കറിയാം, ഇരുന്നാ ഉറങ്ങുന്നത്. കണ്ടമാനം വയറുണ്ട്. 3 ആൺകുട്ടികളും ഒരു മാംസക്കഷണവും, 2 കിലോ ഉള്ളൊരു മാംസക്കഷണവും. അതും അന്നത്തെ കാലത്ത്. അപ്പം വല്യമ്മച്ചി ഒരു കസേര ഇട്ട് കൊടുക്കും, ഒരു കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കും. അങ്ങനെ ബാക്കിയുള്ള 4 മാസത്തിന് ശേഷം എത്രയോ ദിവസം ഉറക്കം വളച്ച അമ്മ ഇരുന്നേ. ആ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊരു ദിവസം ഉറക്കം വളയ്ക്കാൻ മേലെ ഞങ്ങളുടെ വല്യമ്മ പറമ്പിൽ കളസവും ഇട്ടുകൊണ്ട് പുത്തകമായിട്ട് ഇറങ്ങി കിടക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ചെല്ലും പറഞ്ഞ അയ്യോ ആരാ ഉറക്കം? എടാ നിനക്ക് വേണ്ടി നിന്റെ തള്ള എന്തും വേണ്ട ഉറക്കം വളച്ചതാ. നിന്റെ അപ്പൻ ഉറക്കം വളച്ചല്ലയോ കൂന്താലി എടുത്ത് തെങ്ങിനും കപ്പയ്ക്കും ഒക്കെ കളച്ച് നിന്നെ വളർത്തിയത്.
നിനക്കിപ്പോൾ ഇച്ചിരി വാല് കളിച്ചു, അത് സമ്മതിച്ചു. നിന്റെ പിള്ളേരിപ്പം വിദേശ പേർഷ്യ പോയി ഇച്ചിരി 10 പുത്തനുമൊക്കെ കിട്ടി. ഇപ്പം നിനക്ക് ഇച്ചിരി കുന്തളിപ്പുണ്ട്. പണ്ട് തള്ള പറഞ്ഞില്ല, കുണ്ട കാണാത്ത കുണ്ട് കാണുമ്പം കണ്ട കുണ്ടെല്ലാം ദേവലോകം. ഇപ്പം ഇച്ചിരി കിട്ടിയതിൻ്റെ ഇളക്കമാണ് നിനക്ക്. പക്ഷേ പഴയതൊന്നും മറക്കരുതെന്നായി പറഞ്ഞേ. ഒന്നും മറക്കരുത്. ആട്ടെ, വിഷയം വിട്ടു പോകുന്നു. ദൈവത്തിന്റെ ദയയാ. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ താഴ്മയോടെ നടക്കണം. ഇതാ ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പുസ്തകത്തിലെ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിനകത്ത് പ്രതിപാദ്യ പുരുഷൻ സർവരെയും രക്ഷിക്കുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ ഈ സുവിശേഷം. യേശു ക്രിസ്തു, അതാ സുവിശേഷം. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം സുവിശേഷമാണ്. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. നമുക്കറിവുള്ള വാക്യമാണ് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എല്ലാവർക്കും മനഃപാഠമായി. എന്നിരുന്നാലും ഇതുള്ളതാണെന്ന് അറിയാൻ വേണ്ടി വായിച്ചോ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്താണ് സുവിശേഷം? വായിര്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ശുഭമെന്നല്ല. മിക്കവരെ പറ്റി അങ്ങനെ ജനിച്ചു മരിച്ചു ശുഭം. ഇത് ശുഭമല്ല. ആർക്ക് ശുഭം? മരിച്ചവനാന്നോ ഇരിക്കുന്നവർക്കാന്നോ ശുഭം? ഇത് ജനിച്ച് മരിച്ചിട്ട്, അടുത്ത പദം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ വന്ന് ആരും ഉയർത്തിട്ടില്ല. ജനിച്ചു സത്യം, ജീവിച്ചു അതും സത്യം, മരിച്ചു അത് സത്യം, അടക്കപ്പെട്ടു അതാ കുറച്ചുകൂടെ നല്ലത്. ഏതാ? പെട്ടു. അങ്ങനെയാണല്ലോ ധനവാൻ പെട്ടെന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെ തന്നെ ധനവാൻ പെട്ടു അടക്കപ്പെട്ടു. പുള്ളി പെട്ടു അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. വായിച്ച് 16:19 അല്ലേ ലൂക്കോസ്? ആമേൻ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും, കഥയൊന്നുമല്ല, കെട്ടുകഥയല്ല, ഉമ്മാക്ക് കഥയൊന്നുമല്ല, ഉള്ള കാര്യം ഉണ്ടായിരുന്ന. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ ഭയങ്കര സുഖിമാനായിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ, ഭാവം പിടിച്ചവനെ, വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാര് വന്ന് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. മരിച്ചപ്പോൾ ദൂതന്മാര് വന്നു. അടുത്തത് ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പുള്ളി പെട്ടു. ആമേൻ. കണ്ടമാനം സുഖിച്ചാൽ നീ പെടും. പണ്ട് ആശാരിപദേശിയാന്ന് ഒന്ന് പാടിയ ഒരു വരിയെ എനിക്കറിയാവുള്ളൂ. അനിലിനറിയാമെങ്കിൽ എടുത്ത് പാടിക്കോണം. സുഖമായി വാഴാമെന്ന് നിനച്ചിടണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. സുഖമായി വാഴാമെന്ന് നിനച്ചിടണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. മതി, അത് മതി, കാര്യം പറഞ്ഞാ മതി. അപ്പൊ പുള്ളി നന്നായിട്ട് സുഖിച്ചു, ആഡംബരത്തോടെ സുഖിച്ചു പൊളച്ചേ. യാക്കോബിൽ പൊളച്ചെന്നൊക്കെയാ കൊടുത്തിരിക്കുന്നത്. എന്തുവാ? ലക്ഷറി ലൈഫ്. ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ. തെറ്റിയോ തോമസ് കുട്ടിച്ച? ഭയങ്കര ലക്ഷറി ലൈഫാ. പക്ഷേ ആള് പെട്ടു. അത് താഴത്തെ വാക്യത്തിലുണ്ട്, യാതനാസ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി മേളിലോട്ട് നോക്കുന്നത്. ജീവിച്ചപ്പോൾ സൂചിച്ചപ്പോഴൊന്നും മേളിലോട്ട് നോക്കിയില്ല. മേളിയിരുന്ന് സൂചിച്ച സമയത്തൊന്നും സൂചിച്ചപ്പോഴല്ലേ മേളിലോട്ട് നോക്കണ്ടേ? പന്നി അങ്ങനെ ജീവിക്കുന്ന കാലത്തൊന്നും മേളിലോട്ട് നോക്കുകയല്ല. തേറ്റാ കൊണ്ട് കുത്തി കളക്കി. അവസാനം ഈ അങ്കമാലി സൈഡിലൊക്കെ അങ്ങനെ ലാസ്റ്റ് ഈശ്വരന് തലേന്നോ ക്രിസ്മസിനൊക്കെ ഇവനെ 4 കാലും കൂച്ചി കെട്ടി ഒരു കമ്പ് വെച്ചേച്ച് 2-3 പേര്. അന്നേരം പുള്ളി ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ. പകലിന് എത്ര ചന്ദ്രബിംബം, എത്ര മനോഹരമായിട്ടിരിക്കുന്നു. നക്ഷത്ര ജാലങ്ങൾ. ദൈവത്തിന്റെ ധനമേ, ജ്ഞാനമേ. ഇപ്പോഴാ പുള്ളി. പക്ഷെ നോക്കിയേച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ഇതാ പലരുടെയും ഗതി.
ആയുസുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ഓജസ്സുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, കരുത്തുള്ളപ്പോൾ ഒന്നും മേളിലോട്ട് നോക്കത്തില്ല. ഇയാൾ ഈ സുഖിച്ച സമയത്ത് മേളിലോട്ട് നോക്കിയിരുന്നെങ്കിലോ? പക്ഷേ ദൈവമക്കൾക്ക് തരുന്ന നിർദ്ദേശം എന്നാണെന്നറിയാമോ? നീ എല്ലാ സമയവും സങ്കീർത്തനക്കാരൻ പറയാ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്ത് ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ ചേർന്ന് പാട്. ഇന്ന് രാത്രി നിന്റെ കൺകളെ സ്വർഗത്തിലേക്ക് ഉയർത്തണം. ഉയരത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവൻ, നിന്നെ രക്ഷിക്കുന്നവൻ, സഹായിക്കുന്നവൻ, വീണ്ടെടുപ്പാൻ കഴിവുള്ള ഒരുവൻ. അവന്റെ സന്നിധിയിലേക്ക് കൺകൾ ഉയർത്തണം. ഇയാള് ജീവിച്ച കാലത്ത് സുഖിച്ച് പൊളച്ച് മേലോട്ടൊന്നും നോക്കിയില്ല. ചത്തു കഴിഞ്ഞ് അവിടെ ചെന്ന് പെട്ടി കഴിഞ്ഞപ്പോ പുള്ളി അന്നേരം അബ്രഹാം പിതാവിന്റെ മടിയില് ലാസർ ആശ്വസിക്കുന്നു. ഉടനെ പുള്ളി പറഞ്ഞു, പിതാവേ പുള്ളിയെ ഇങ്ങോട്ടൊന്ന് അയക്കണം. പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അയക്കണമേ. പിതാവേ പാപിയാകുന്ന അടിയനോട് കരുണ തോന്നണമേ. അപ്പൊ പിതാവ് എന്നാ പറഞ്ഞേ? പാമ്പച്ചാ ഇവിടുന്ന് അങ്ങോട്ട് വരാനൊന്നും വഴിയുമില്ല, പുഴയുമില്ല. പാമ്പച്ചാ നീ പെട്ടുപോയി. പിതാവേ ഞാൻ പെട്ടത് ഇപ്പോഴാണ് അറിഞ്ഞത്. ആ ലാസറച്ചനെ ഇങ്ങോട്ടെന്ന് കേണമേ. ഉടനെ പിതാവ്, പാമ്പച്ചാ നീ അവിടെ കിടന്ന് കാലം കഴിഞ്ഞിട്ട് പഠിക്കുന്നതല്ലേ, എനിക്ക് അങ്ങോട്ടും വരാനൊക്കത്തില്ല, എവനെയും വിടാനൊക്കത്തില്ല. പാമ്പച്ചാ നമ്മുടെ ഇടയിൽ ഒരു വലിയ പിളർപ്പുണ്ട്. ഉടനെ പിതാവേ അങ്ങനെയാണെങ്കിൽ ലാസറിന്റെ അണിവരല് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ. ഞാനിവിടെ യാതന അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഉടനെ പിതാവ്, അബ്രഹാം പിതാവ്, എടാ മണിച്ച ധനവാൻ, അതാ മണി, പിന്നെ മണിച്ചൻ, മണിയച്ചാ ഇവിടുന്ന് അങ്ങനെ വെള്ളത്തും വരലും മുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കാനൊക്കത്തില്ല മണിയച്ചാ. ഉടനെ മണിച്ചൻ, പിതാവേ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ആ ദേശത്തെ പ്രബലമായ കുടുംബമാണ്. എൻ്റെ 5 സഹോദരന്മാര് വീട്ടിലുണ്ട്, അവന്മാരും അടിച്ച് പൊളിച്ചിരിക്കുകയാണ്, അവന്മാര് സുഖിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലാസറച്ചനെ ഞങ്ങളുടെ വീട്ടിലേട്ട് അയക്കണമേ. ഉടനെ പിതാവ്, അങ്ങനെ വീട്ടിലോട്ടും നാട്ടിലോട്ടും ഒന്നും വിടാൻ പറ്റുന്ന ഇടമല്ല, വന്നത് വന്നു, നീ പെട്ടു. എടാ ജീവിച്ചിരിക്കുമ്പോ നീ ദൈവത്തെ വിളിക്കണം. അതിന് ദൈവം നിനക്ക് ഇന്ന് രാത്രി അവസരം തരിക. ഇത് രക്ഷാദിവസമായി, ഇത് സുപ്രധാന കാലമാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു രക്ഷകനാ. 5 പൈസ കൊടുക്കണ്ട, 1 കാശ് കൊടുക്കണ്ട, 1 മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. നിൽക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്ത്, ഇരിക്കുന്ന കിടത്തിരുന്ന് ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുക്ക.